മനുഷ്യന്റെ ആദ്യ ശത്രു. ഈ ലോകത്തിൽ നമ്മൾ കാണാൻ കഴിയാത്ത ഒരു ശത്രുവുണ്ട്. അവൻ നമ്മളെ കാണുന്നു, പക്ഷെ നമുക്ക് അവനെ കാണാൻ കഴിയില്ല. അവൻ മനുഷ്യരാശിയെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് ഇന്നു മുതലല്ല, ആദം നബിയുടെ കാലം മുതൽ. അവൻ മനുഷ്യന്റെ മനസ്സിൽ ചിന്തകൾ വിതയ്ക്കുന്നു: സംശയം, അഹങ്കാരം, പാപം. അവൻ ഒരു നിമിഷം പോലും വിശ്രമിക്കാറില്ല. ആ ശത്രുവിന്റെ പേര് ഇബ്ലീസ്. ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു: നിശ്ചയം ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് അവനെ ശത്രുവായി കാണുക. പക്ഷേ ആരാണ് ഈ ഇബ്ലീസ്? അവൻ എങ്ങനെ മനുഷ്യന്റെ ശത്രുവായി? അതറിയണമെങ്കിൽ നമുക്ക് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കണം. ഈ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാലത്തിലേക്ക്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഭൂമി ഒരു കാലത്ത് മനുഷ്യന്റെ ലോകമല്ലായിരുന്നു. അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്നത് ജിന്നുകൾ. അവർ മനുഷ്യരെ പോലെ ബുദ്ധിയുള്ള സൃഷ്ടികളായിരുന്നു. അവർക്ക് ചിന്തിക്കാനും തിരഞ്ഞെടുക്കാനും ശേഷിയുണ്ടായിരുന്നു. അവർക്ക് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാം. ഖുർആൻ പറയുന്നു, മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, പക്ഷേ ജിന്നുകളെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. അവർ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. അവർ മനുഷ്യരുടെ കണ്ണിൽ കാണപ്പെടില്ല. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. കാലം കടന്നുപോയപ്പോൾ ജിന്നുകൾ ഭൂമിയിൽ അക്രമം ആരംഭിച്ചു. അവർ തമ്മിൽ യുദ്ധങ്ങൾ തുടങ്ങി. രക്തപാതം, കലാപം, അക്രമം. ഭൂമി അവരുടെ സംഘർഷം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ അള്ളാഹു ഒരു വലിയ തീരുമാനമെടുത്തു. ജിന്നുകളുടെ കലാപം കൂടിക്കൂടി വരുമ്പോൾ അള്ളാഹു മലക്കുകളെ ഭൂമിയിലേക്ക് അയച്ചു. മലക്കുകൾ അള്ളാഹുവിൻ്റെ പൂർണ്ണ അനുസരണയുള്ള സൃഷ്ടികൾ. അവർ അള്ളാഹുവിൻ്റെ ഉത്തരവ് ഒരിക്കലും ലംഘിക്കാറില്ല. ഖുർആൻ പറയുന്നു, അള്ളാഹു അവർക്ക് നൽകിയ ഉത്തരവുകൾ അവർ ഒരിക്കലും ലംഘിക്കില്ല. മലക്കുകൾ ഭൂമിയിലിറങ്ങി ജിന്നുകളുടെ അക്രമം അവസാനിപ്പിച്ചു. പല ജിന്നുകൾ നശിച്ചു, പലരും ഒളിച്ചു. അപ്പോഴാണ് ഒരു ജിന്ന് മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി കാണപ്പെട്ടത്. അവൻ മറ്റു ജിന്നുകളെ പോലെ അക്രമിയായിരുന്നില്ല. അവൻ അള്ളാഹുവിനെ വളരെയധികം ആരാധിച്ചവനായിരുന്നു. അവനാണ് ഇബ്ലീസ്. ദിവസങ്ങൾ, രാത്രികൾ, വർഷങ്ങൾ അവൻ നിരന്തരം ഇബാദത്ത് ചെയ്തു. അവൻ്റെ ആരാധന അത്ര വലിയതായിരുന്നു. അള്ളാഹു അവന് ഒരു വലിയ ബഹുമതി നൽകി. അവന് മലക്കുകളുടെ കൂട്ടത്തിലിരിക്കാൻ അവസരം ലഭിച്ചു. ചിന്തിച്ചു നോക്കൂ, ഒരു ജിന്ന്, പക്ഷേ മലക്കുകളുടെ കൂട്ടത്തിൽ. ഇത് വളരെ വലിയ മഹത്വമായിരുന്നു. പക്ഷേ ഒരു അപകടകരമായ വികാരം അവൻ്റെ ഹൃദയത്തിൽ മറഞ്ഞുകിടന്നു: അഹങ്കാരം. അത് ഇനിയും പുറത്തു വന്നിട്ടില്ല, പക്ഷേ വളരെ പെട്ടെന്ന് ഒരു സംഭവം അത് പുറത്തു കൊണ്ടുവരും. ആ സംഭവം മനുഷ്യന്റെ സൃഷ്ടിയായിരുന്നു. ഒരു ദിവസം അള്ളാഹു മലക്കുകളോട് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോകുന്നു. ആ സൃഷ്ടി മനുഷ്യൻ. മണ്ണിൽ നിന്ന് അള്ളാഹു ഒരു രൂപം സൃഷ്ടിച്ചു. അത് ഒരു മനുഷ്യന്റെ രൂപമായിരുന്നു. ആ രൂപം ആദം. പിന്നീട് അള്ളാഹു അവനിൽ ആത്മാവൂതി. അപ്പോൾ ആദം ജീവിച്ചു. അവർ ആദ്യ മനുഷ്യനായി. ആദം നബി സൃഷ്ടിക്കപ്പെട്ടതിനു ശേഷം ആകാശങ്ങളിൽ ഒരു അത്ഭുതകരമായ നിമിഷം സംഭവിച്ചു. മലക്കുകൾ എല്ലാവരും ഒന്നിച്ചുകൂടി. അള്ളാഹു അവരോട് ഒരു ഉത്തരവ് നൽകി. ഖുർആൻ പറയുന്നു, ഞാൻ അവനെ പൂർണ്ണമായി സൃഷ്ടിച്ച് അവനിൽ ആത്മാവ് ഊതിയാൽ നിങ്ങൾ അവനോട് സജ്ജ ചെയ്യുക. ഇത് ആരാധനയുടെ സജ്ജയല്ലായിരുന്നു, ഇത് ബഹുമതിയുടെ സജ്ജ ആയിരുന്നു. അള്ളാഹുവിൻ്റെ ഉത്തരവായിരുന്നു. അപ്പോൾ ഒരു നിമിഷം കൊണ്ട് മലക്കുകൾ എല്ലാവരും സജ്ജ ചെയ്തു. പക്ഷേ ഒരു സൃഷ്ടി മാത്രം നിന്നു. അവൻ സജ്ജ ചെയ്തില്ല. അവൻ ഇബ്ലീസ്. അവൻ അള്ളാഹുവിൻ്റെ ഉത്തരവ് നിരസിച്ചു. ഖുർആൻ പറയുന്നു, മലക്കുകൾ എല്ലാവരും സജ്ജ ചെയ്തു, പക്ഷേ ഇബ്ലീസ് മാത്രം ചെയ്യാതെ നിന്നു. അത് ചരിത്രത്തിലെ ആദ്യത്തെ അനുസരണക്കേടായിരുന്നു. ഒരു സൃഷ്ടി സ്വന്തം സൃഷ്ടാവിൻ്റെ ഉത്തരവ് നിരസിച്ചു. പക്ഷേ എന്തുകൊണ്ട്? അള്ളാഹു ഇബ്ലീസിനോട് ചോദിച്ചു. അപ്പോൾ ഇബ്ലീസ് മറുപടി പറഞ്ഞു, അത് അഹങ്കാരത്തിൻ്റെ മറുപടിയായിരുന്നു. ഞാൻ അവനേക്കാൾ നല്ലവൻ. എന്നെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അവനെ മണ്ണിൽ നിന്നാണ്. ഇതാണ് മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ അഹങ്കാരം. ഇതാണ് ഇബ്ലീസിന്റെ വീഴ്ചയുടെ തുടക്കം. ഇബ്ലീസ് അഹങ്കാരം കാണിച്ചപ്പോൾ അള്ളാഹു അവനോട് പറഞ്ഞു, ഇവിടെ നിന്ന് പുറത്തു പോകൂ. ഇവിടെ നിനക്ക് അഹങ്കാരം കാണിക്കാൻ അവകാശമില്ല. അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അവൻ ശപിക്കപ്പെട്ടവനായി. നിനക്കു അന്ത്യനാൾ വരെ ശാപമുണ്ടാകും. സൂറത്തുൽ ഹിജ്ർ 35. പക്ഷേ ഇബ്ലീസ് ഇവിടെ ഒരു അപേക്ഷ ചെയ്തു. ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ,
മനുഷ്യർ പുനരുജ്ജീവിക്കപ്പെടുന്ന ദിവസം വരെ എനിക്ക് സമയം നൽകൂ. അല്ലാഹു അവന് സമയം നൽകി. നിനക്ക് സമയം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇബ്ലീസ് ഒരു വലിയ പ്രതിജ്ഞ ചെയ്തു. ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞു, നീ എന്നെ വഴിതെറ്റിച്ചതിനാൽ ഞാൻ മനുഷ്യരെ നിന്റെ നേരായ വഴിയിൽ നിന്ന് വഴിതെറ്റിക്കും. ഇതാണ് മനുഷ്യനും ഇബ്ലീസും തമ്മിലുള്ള ശാശ്വത പോരാട്ടത്തിന്റെ തുടക്കം. ആദം നബി സൃഷ്ടിക്കപ്പെട്ടതിനു ശേഷം അല്ലാഹു അവരെ ഒരു അത്ഭുതകരമായ ലോകത്തിലേക്ക് നയിച്ചു. ആ ലോകം സ്വർഗം. അവിടെ വേദനയില്ല, വിഷമമില്ല, ദുഃഖമില്ല. അവിടെ സുന്ദരമായ തോട്ടങ്ങളുണ്ടായിരുന്നു, നദികൾ ഒഴുകുന്ന പച്ചപ്പുള്ള ഭൂമി, മരങ്ങൾ പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആദം നബി അവിടെ ശാന്തമായ ജീവിതം ജീവിച്ചു. പിന്നീട് അല്ലാഹു ആദം നബിക്ക് ഒരു കൂട്ടുകാരിയെ സൃഷ്ടിച്ചു. അവൾ ഹൗവ. അല്ലാഹു ആദം നബിയോടും ഹൗവയോടും പറഞ്ഞു, ആദമേ, നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ താമസിക്കൂ. നിങ്ങൾക്കിഷ്ടമുള്ളത് തിന്നാം. പക്ഷേ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. ഈ മരത്തിന് അടുത്തു പോകരുത്. സ്വർഗത്തിൽ എല്ലാം അനുവദിച്ചിരുന്നതാണ്, പക്ഷേ ഒരു മരം മാത്രം നിരോധിച്ചിരുന്നു. അത് ഒരു പരീക്ഷയായിരുന്നു. പക്ഷേ ഒരു ശത്രു ഇത് കാത്തിരുന്നു, ഇബ്ലീസ്. അവൻ ആദം നബിയെയും ഹൗവയെയും കണ്ടു. അവൻ അവരെ പ്രലോഭിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കി. ഖുർആൻ പറയുന്നു, ശൈത്താൻ അവരോട് ചുത്തു പറഞ്ഞു. ഇതാണ് ശൈത്താന്റെ ആദ്യത്തെ പ്രലോഭനം. ഇബ്ലീസ് അവരോട് പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവ് ഈ മരത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് നിങ്ങൾ മലക്കുകളാകാതിരിക്കാനാണ്. അവൻ മറ്റൊരു വാക്കും പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ അമരന്മാരാകാതിരിക്കാനാണ്. ഇത് ഒരു വലിയ കള്ളമായിരുന്നു. പക്ഷേ അവൻ ഇവിടെ നിർത്തിയില്ല. ഇബ്ലീസ് അവരോട് സത്യം ചെയ്തു, ഞാൻ നിങ്ങൾക്ക് നല്ല ഉപദേശം നൽകുന്നവനാണ്. അവൻ അവരെ വിശ്വസിപ്പിച്ചു, അവൻ ഒരു ഉപദേശകനാണെന്ന്. പക്ഷേ അവൻ മനുഷ്യന്റെ ആദ്യ ശത്രുവായിരുന്നു. അവസാനം ആദാം നബിയും ഹൗവയും ആ മരത്തിൽ നിന്ന് തിന്നു. അപ്പോഴാണ് ഒരു വലിയ മാറ്റം സംഭവിച്ചത്. അവർ ആ മരത്തിൽ നിന്ന് തിന്നപ്പോൾ അവരുടെ തെറ്റ് അവർക്ക് ബോധ്യമായി. അവർ അല്ലാഹുവിനോട് ക്ഷമ ചോദിച്ചു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളോട് അനീതിയുണ്ടാക്കി. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ തീരുമാനമെടുത്തു. അല്ലാഹുവേ, നിങ്ങൾ എല്ലാവരും ഭൂമിയിലേക്ക് ഇറങ്ങുക. അങ്ങനെ മനുഷ്യന്റെ ഭൂമിയിലെ ജീവിതം ആരംഭിച്ചു. ആ ദിവസം മുതൽ മനുഷ്യനും ശൈത്താനും തമ്മിൽ ഒരു പോരാട്ടം തുടങ്ങി. മനുഷ്യർ കണ്ണുകൾ കൊണ്ട് ഈ ലോകം കാണുന്നു. പക്ഷേ ഈ ലോകത്തിൽ നമ്മൾ കാണാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അത് ശൈത്താന്റെ ലോകം. ഖുർആൻ പറയുന്നു, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. അവനും അവന്റെ കൂട്ടരും നിങ്ങളെ കാണുന്നു, പക്ഷേ നിങ്ങൾ അവരെ കാണുന്നില്ല. ഇതാണ് ശൈത്താന്റെ ഏറ്റവും വലിയ ശക്തി. അവൻ അദൃശ്യനാണ്, പക്ഷേ അവന്റെ ലക്ഷ്യം ഒന്നാണ്, മനുഷ്യനെ വഴിതെറ്റിക്കൽ. ഇബ്ലീസ് മനുഷ്യനെ വഴിതെറ്റിക്കാൻ പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. ചുയ്ത്തുപറയൽ. ഖുർആൻ പറയുന്നു, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അവൻ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ചുയ്ത്തു പറയുന്നു. സൂറത്ത് നാസ് 5:2. പാപങ്ങളെ മനോഹരമാക്കൽ. വസയ്യന ലഹുമു ഷൈത്താൻ ആമാലഹും. ശൈത്താൻ അവരുടെ പ്രവൃത്തികളെ മനോഹരമാക്കി കാണിച്ചു. സൂറത്ത് നഹൽ 63:3. ഭയം സൃഷ്ടിക്കൽ. ഇന്നമാ ദാലിക്കുമു ഷൈത്താൻ യുഹവിഫു ഔലിയാഹു. ശൈത്താൻ മനുഷ്യരെ ഭയപ്പെടുത്തുന്നു. സൂറത്തു അൽ ഇമ്രാൻ 175:4. തർക്കങ്ങൾ സൃഷ്ടിക്കൽ. ഇന്നമാ യുരീദു ഷൈത്താൻ അൻ യൂഖ്യ ബൈനകുമുൽ അദാവ. ശൈത്താൻ നിങ്ങൾക്കിടയിൽ വൈരം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. സൂറത്തു മായിദ് 91. ശൈത്താന്റെ ചതികളിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടും? ഖുർആൻ അതിനുള്ള മാർഗം പറയുന്നു. ഫസ്തൈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് അള്ളാഹുവിനോട് സംരക്ഷണം തേടുക. സൂറത്തു നഹൽ 98. അതായത് അള്ളാഹുവിനെ ഓർക്കുക, നമസ്കാരം ചെയ്യുക, ഖുർആൻ വായിക്കുക. ഇവയാണ് ശൈത്താനെ ദുർബലമാക്കുന്നത്. ഒരു ദിവസം ഈ ലോകം അവസാനിക്കും. അപ്പോൾ മനുഷ്യരും ജിന്നുകളും എല്ലാവരും അള്ളാഹുവിനു മുമ്പിൽ നിൽക്കും. അന്ന് ഇബ്ലീസ് ഒരു വാക്ക് പറയും, വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംർ. വിചാരണ കഴിഞ്ഞപ്പോൾ ശൈത്താൻ പറഞ്ഞു. സൂറത്ത് ഇബ്രാഹിം 22. അവൻ പറയും, മാകാന ലി അലൈക്കും മിൻ സുൽത്താൻ. എനിക്ക് നിങ്ങളിൽ ശക്തിയൊന്നുമില്ലായിരുന്നു. സൂറത്ത് ഇബ്രാഹിം 22. അവൻ പറയും, ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ എന്നെ പിന്തുടർന്നു. ആ ദിവസം ഇബ്ലീസ് മനുഷ്യരെ ഉപേക്ഷിക്കും. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തെ ഓർക്കും. അവൻ ആരെ പിന്തുടർന്നു? അള്ളാഹുവിനെ അല്ലെങ്കിൽ ശൈത്താനെ? ഖുർആൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നു.
ഇന്ന ഷൈത്താന ലക്കും അദൂൻ ഫത്തഖിദൂഹു അദൂവ. ഷൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് അവനെ ശത്രുവായി കാണുക. സൂറത്തു ഫാദിർ 6. കാരണം ഒരു ദിവസം നമ്മളും അള്ളാഹുവിന് മുമ്പിൽ നിൽക്കും. അപ്പോൾ ഒരു ചോദ്യം മാത്രം: നമ്മൾ ആരെയാണ് പിന്തുടർന്നത്? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നൂർ ബിയോണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.